ഇന്ന് നമുക്ക് സദ്യയിലെ മറ്റൊരു പ്രധാന വിഭവമായ ഓലൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. എല്ലാവർക്കും നന്ദാസ് ഡിഷസിലേക്ക് സ്വാഗതം. ഓലൻ തയ്യാറാക്കാനായിട്ട് ഒരു കുമ്പളങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് മുറിച്ചതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയെടുക്കാം. നല്ലതുപോലെ വിളഞ്ഞ കുമ്പളങ്ങ വേണം എടുക്കാൻ. ഇതിൻ്റെ തൊലിയൊക്കെ നല്ല കട്ടിയായതുകൊണ്ട് ഇതൊന്ന് മുറിച്ചെടുക്കാൻ കുറച്ച് പാടാണ്. ഇനി ഇതിൻ്റെ അകത്തുള്ള കുരുവും പുറമേയുള്ള തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം കഴുകിയെടുക്കാം. ഇനി ഇത് തീരെ ചെറുതായിട്ട് കനം കുറച്ചൊന്ന് അരിഞ്ഞെടുക്കണം. ഈ കാണുന്ന വലുപ്പത്തിലാണ് അരിഞ്ഞെടുക്കേണ്ടത്. കുമ്പളങ്ങയെല്ലാം അരിഞ്ഞെടുത്ത് വെച്ച് കഴിഞ്ഞു. 2 കപ്പാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി വേണ്ടുന്നത് പയറാണ്. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. അപ്പോൾ ഇതിലെ വിളഞ്ഞ പയറൊക്കെ നമുക്കൊന്ന് പൊളിച്ചെടുക്കാം. ഇതുപോലെ വിളഞ്ഞ പയർ കിട്ടിയില്ലെങ്കിൽ വെളുത്ത വൻപയർ വെച്ച് വേണമെങ്കിൽ നമുക്കിത് തയ്യാറാക്കാവുന്നതാണ്. ഒട്ടും വിളയാത്ത പയറൊഴിച്ച് ബാക്കി മുഴുവൻ പൊളിച്ചിട്ട് കഴിഞ്ഞു. ഇനിയുള്ളത് ഇതുപോലെയൊന്ന് അരിഞ്ഞെടുക്കാം. പയറ് പൊളിച്ചതും അരിഞ്ഞതും എല്ലാം കൂടി 1/2 കപ്പ് മതിയാകും. കുമ്പളങ്ങയും പയറുമെല്ലാം അരിഞ്ഞു വെച്ച് കഴിഞ്ഞു. ഇനി ഒരു ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുമ്പളങ്ങ 2 കപ്പ് ഇടാം. ഇനി 1/2 കപ്പ് പയറ് കൂടി ഇതിലേക്ക് ഇടാം. എരി കുറഞ്ഞ 2 പച്ചമുളകും 1 തണ്ട് കറിവേപ്പില കൂടി ഇതിലേക്ക് ഇടാം. 3/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിരിക്കുന്നത്. അതിനുശേഷം 2 കപ്പ് തേങ്ങാപ്പാൽ കൂടി ഇതിലേക്ക് ഒഴിക്കാം. തേങ്ങയുടെ 2ാം പാലാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി അടച്ചു വെച്ച് വേവിക്കാം. ഇതിപ്പോൾ തിളയ്ക്കാറായിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇത് വേകുന്നിടം വരെയും ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി വെക്കണം. ഇതിലിപ്പോൾ ചേർത്തിരിക്കുന്നത് തേങ്ങയുടെ 2ാം പാലാണ്. 2 കപ്പ് തേങ്ങാപ്പീര കുറച്ച് വെള്ളം ഒഴിച്ചരച്ച് തേങ്ങയുടെ 1ാം പാൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പിഴിഞ്ഞെടുത്ത തേങ്ങാപ്പീരയിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് വീണ്ടും അരച്ചാണ് തേങ്ങയുടെ 2ാം പാൽ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. കുമ്പളങ്ങയും പയറുമൊക്കെ വേകാറായി കഴിഞ്ഞു. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കുമ്പളങ്ങയും പയറുമൊക്കെ നല്ലതുപോലെ വെന്ത് കഴിഞ്ഞു. ഈ വെള്ളം ഇനിയൊന്ന് തുറന്ന് വെച്ച് വറ്റിച്ചെടുക്കാം. ഇതിലെ വെള്ളമൊക്കെ പരുവത്തിന് വറ്റിക്കഴിഞ്ഞു. ഇതിലെ കുമ്പളങ്ങ ചെറുതായിട്ട് സ്പൂൺ വെച്ചൊന്ന് ഉടച്ചെടുക്കാം. കുമ്പളങ്ങ നല്ലതുപോലെ വെന്തതായതുകൊണ്ട് ചെറുതായിട്ടൊന്ന് സ്പൂൺ വെച്ച് അമർത്തി കൊടുത്താൽ മാത്രം മതി. പയർ ഉടഞ്ഞു പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങയുടെ 1ാം പാൽ ചേർക്കാം. തീ ഏറ്റവും കുറച്ച് വെച്ചതിന് ശേഷമാണ് തേങ്ങാപ്പാൽ ചേർക്കുന്നത്. കുറേശ്ശെ വേണം ചേർത്ത് കൊടുക്കാൻ. ഓലൻ നല്ല കുറുകിയാണ് ഇരിക്കേണ്ടത്. ഇതൊരു തൊടുകറി ആയതുകൊണ്ട് തന്നെ ഇലയിൽ നിന്നും ഒഴുകിപ്പോകാത്ത പരുവത്തിൽ വേണം തയ്യാറാക്കിയെടുക്കാൻ. ഒരുപാട് തേങ്ങാപ്പാൽ ചേർത്താൽ വെള്ളം പോലെ ആയിപ്പോകും. അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിന് കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ 1/2 കപ്പ് മുഴുവൻ ചേർക്കേണ്ടി വരും. നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. തേങ്ങാപ്പാൽ ചേർത്തിളക്കി ഉടൻ തന്നെ തീ ഓഫ് ചെയ്യണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർക്കാം. 1 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് ഇളക്കി കഴിഞ്ഞാൽ ഓലൻ തയ്യാറായി കഴിഞ്ഞു. ഇതിപ്പോൾ കുറുകി തന്നെയാണ് ഇരിക്കുന്നത്. തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി ഒന്ന് കട്ടിയാകും. ഇതിന് പ്രത്യേകിച്ച് എരിവോ പുളിയോ ഒന്നുമില്ല. എന്നാൽ തേങ്ങാപ്പാലും വെളിച്ചെണ്ണയും കറിവേപ്പിലയുടെയും കൂടെ കൂടിച്ചേർന്ന നല്ലൊരു സ്വാദാണ് ഇതിന്.
ഇതിനി തണുക്കാൻ മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഇലയിലേക്കൊന്ന് വിളമ്പി നോക്കാം. ഈ ഒരു പരുവത്തിലാണ് ഓലൻ ഇരിക്കേണ്ടത്. ഇനി ഇടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. അതിനുശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക.